السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ യർഫഉഹുല്ലാഹു ബിഹാ ദറജാത്തിൻ. തീർച്ചയായും ഒരു അടിമ അവൻ ചില വാക്കുകൾ സംസാരിക്കും, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽപ്പെട്ട ചില വാക്കുകൾ സംസാരിക്കും. പക്ഷേ ലാ യുൽഖി ലഹാ ബാലൻ, അവനതിന് വലിയ വില കൊടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ടോ ഒന്നും സംസാരിച്ച സംസാരങ്ങളാവില്ല. പക്ഷേ യർഫഉഹുല്ലാഹു ബിഹാ ദറജാത്തിൻ, ആ സംസാരം കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പദവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊടുക്കും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹ്. ചില ആളുകൾ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ചില വാചകങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയും. ലാ യുൽഖി ലഹാ ബാലൻ, അവനത് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതോ ഒന്നും ആവില്ല. പക്ഷേ യഹ്വി ബിഹാ ഫി ജഹന്നം, അതവനെ നരകത്തിലേക്ക് എത്തിക്കാനും പ്രാപ്തമായതാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമ്മളൊക്കെ നമ്മുടെ സംസാരത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ചിലപ്പോൾ തമാശ രൂപേണ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യും, സംസാരിച്ച് കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സീരിയസ് ആയി കാണുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. നോമ്പിനെ കുറിച്ചാണെങ്കിലും നിസ്കാരത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് തമാശ രൂപേണ ഒരു വില ഇടിച്ച് കാണിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ കോപത്തിനിരയാക്കുന്ന രൂപത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മനസ്സ് തട്ടി പറഞ്ഞതൊന്നാവില്ല. നമ്മൾ ദീനിൻ്റെ ഒരു ഷിയാറുകളെയും പിന്നെ മോശമായി കാണണം എന്ന നിലക്കൊന്നും പറഞ്ഞതാവില്ല. പക്ഷേ അത് അവനെ നരകത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായതാണ്. അതുപോലെ തന്നെ ചില നല്ല വാക്കുകൾ നമ്മൾ ചിലപ്പോൾ തീവില്ല മനസ്സറിഞ്ഞ് പറഞ്ഞതൊന്നാവില്ല. ആ മനസ്സറിഞ്ഞ് പറഞ്ഞതല്ലെങ്കിൽ പോലും നല്ല വാക്കായി എന്നുള്ളതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദറജകൾ അള്ളാഹു അവൻക്ക് ഉയർത്തി കൊടുക്കുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മുടെ സംസാരത്തിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് ഉതകുന്നതായ, അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടിത്തരുന്നതായ കാര്യങ്ങളല്ലാതെ നമ്മൾ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവൻ്റെ കോപം വാങ്ങിച്ചു തരുന്ന സംസാരങ്ങളുണ്ടാകും, അതിൽ നിന്ന് പരിപൂർണമായും നമ്മൾ വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.